ഇപ്പൊ 2013 എനിക്ക് ഓർമ്മയുണ്ട്. നേരത്തെ മറ്റൊരു സിനിമയിൽ മോഹൻലാൽ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ മോഹൻലാൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ് ദൃശ്യം. അപ്പം ദൃശ്യത്തിന്റെ എനിക്കൊന്ന് വളരെ നേരത്തെ പ്ലാൻ ചെയ്തതിനേക്കാളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയതായിരുന്നു ദൃശ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട്. ദൃശ്യത്തിന്റെ സമയത്ത് ജോർജ് കുട്ടിയിലൂടെ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിനെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണല്ലോ. ക്യാമറയ്ക്ക് മുന്നിൽ മോഹൻലാൽ വരികയാണ്. നമുക്കറിയാം 2013 ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട സിനിമ കൂടിയായിട്ടാണ് ദൃശ്യം വരുന്നത്. എല്ലാ ഭാഷകളിലേക്കും അതിൻ്റെ റീമേക്ക് ആവശ്യം വരികയാണ്. എല്ലാ ഭാഷകളിലേക്കും ഈ പ്രധാനപ്പെട്ട എല്ലാ ഭാഷാ സിനിമകളിലേക്കും റീമേക്ക് ചെയ്യപ്പെട്ടൊക്കെ വരികയാണല്ലോ. ഈ ആഫ്റ്റർ 7 years ജോർജ് കുട്ടി മുന്നിൽ വരികയാണ്, മോഹൻലാലിനെ കൂടി ഡയറക്റ്റ് ചെയ്യണം. അതിനിടയിൽ റാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ 6 വർഷം മുമ്പുള്ള ജോർജ് കുട്ടിയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് മോഹൻലാൽ വരികയാണല്ലോ. ഒരു ഡേ 1 മുതൽ കംപ്ലീറ്റ് കൺവിൻസിങ് ആവുന്ന വിധത്തിൽ മോഹൻലാലിലേക്കും ജോർജ് കുട്ടി എത്തിയിരുന്നോ നേരത്തെ തന്നെ ഈ ക്യാരക്ടർ? ലാലേട്ടനിലേക്ക് എത്തിയിരുന്നു, ഡെഫിനറ്റ് ആയിട്ട് എത്തിയിരുന്നു. ലാലേട്ടൻ അത് പ്രിപ്പയർ ചെയ്താ വന്നത്. ലാലേട്ടൻ ആ വെയിറ്റ് തന്നെ കുറച്ച് അതിനാ. ഞാൻ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു ലോക്ക്ഡൗണിൽ ഇരുന്നിട്ട് വണ്ണം വെച്ചപ്പം. അപ്പം ഞാൻ ആൻ്റണിയോട് പറഞ്ഞപ്പോൾ ആൻ്റണി പറഞ്ഞ് ടെൻഷനാണ്. അപ്പോൾ എന്നോട് ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ ഞാൻ ജോർജ് കുട്ടി ആയിട്ട് വന്നോളാന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് സ്ട്രെയിൻ എടുത്ത് 10-20 ദിവസം പോയി കിടന്ന് കഷ്ടപ്പെട്ട് ആ ത്രൂ ഔട്ട് ദ ഷൂട്ട് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിക്കുന്ന ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. എന്നിട്ട് ഒരു ദിവസം എനിക്ക് അതിൻ്റെ ഒരു സ്പൂൺ എടുത്ത് തന്നു. വായി വയ്ക്കും കൊള്ളിയല്ലാത്തൊരു സാധനം. പക്ഷേ പുള്ളി അത്രയും ഇത് ഒത്തിരി പേര് ചെയ്യുന്നതാണ്. ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് പുള്ളി അതിലേക്ക് വന്നു. പിന്നെ അദ്ദേഹത്തിന് അത് വായിച്ചപ്പോഴേ അത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. 1-2 സ്ഥലത്ത് മാത്രം ചില സിറ്റുവേഷനിൽ അത് ചെയ്തപ്പം ഞാനൊന്ന് റിമൈൻഡ് ചെയ്തപ്പോൾ പുള്ളി അതിനത് പിടിച്ചു വന്നു. കാരണം നമ്മളിത് ഓർഡറിലൊന്നും അല്ലല്ലോ പോകുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം, ദൃശ്യം ഫസ്റ്റിനകത്ത് എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ പഴയ ലാലേട്ടനായിട്ട് വന്നു. പഴയ പണ്ട് കാലത്ത് ഒരു പക്ഷേ ദൃശ്യം ഫസ്റ്റിനേക്കാൾ കൂടുതൽ പഴയ ലാലേട്ടനെ കാണാൻ പറ്റുന്ന സിനിമ ദൃശ്യം. രൂപത്തിലും കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ജോർജ് എല്ലാവരും മെലിഞ്ഞു, മീന മെലിഞ്ഞു, എല്ലാവരും മെലിഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ടെൻഷൻ കൊണ്ട് മെലിഞ്ഞതാണ് എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ അതിനെ അങ്ങ് മാറ്റി. അല്ല, അത് തമാശയായിട്ട് പറഞ്ഞു. പക്ഷേ ദൃശ്യം 2 കുറച്ചുകൂടെ ഫസ്റ്റിനേക്കാൾ കൂടുതൽ ഒരു പഴയ ലാലേട്ടനെ കാണാൻ സാധിക്കും നമുക്ക്. അത് ഒരു അങ്ങനത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ബേസിക്കലി ഇതിനകത്ത് ഒത്തിരി ഫാമിലിയും അതുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട്. സ്വയമായിട്ടും ലാലേട്ടന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കുറേ ഏരിയ കിട്ടി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ആ പഴയ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ട്രീറ്റ് ആയിരിക്കും.